വയനാട്ടിലെ കാട്ടിലൂടെ രാത്രിയിൽ ഒരു യാത്ര പോയാലോ? അതും ആനവണ്ടിയിൽ. എന്നാൽ വയനാടൻ കാടിന്റെ രാത്രി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിലെ പ്രധാന വെല്ലുവിളി വഴി അറിയില്ല എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ വഴിയിലെങ്ങാനും വന്യമൃഗങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയമായിരിക്കും. ബൈക്കിൽ വയനാട് കാണാൻ വന്നവർക്ക് പ്രത്യേകിച്ചു. എന്നാൽ ഇനി ആ നിരാശയിൽ നിങ്ങൾ ചുരമിറങ്ങേണ്ട. വയനാട്ടിലെ സുൽത്താൻ ബത്തേരി KSRTC ഡിപ്പോയിൽ ആരംഭിച്ച കാനന യാത്രയാണ് KSRTC ജംഗിൾ സഫാരി. പൊതുജനങ്ങൾക്കായുള്ള ആദ്യ യാത്ര ഒക്ടോബർ 15, 2022 ആരംഭിച്ചിരിക്കുന്നു. ജംഗിൾ സഫാരിയുടെ ആദ്യ യാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ അതിയായ സന്തോഷത്തിലാണ് ഞാനും. 300 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. നിലവിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമാണ് സർവീസ് നടത്തുന്നത്. സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച് കേരള-കർണാടക അതിർത്തിയായ പൊൻകുഴി വരെ പോയി തിരിച്ച് ഓടപ്പള്ളം, വള്ളുവാടി, കരിപ്പൂർ, വടക്കനാട് വഴി ഇരുളം വരെയും തിരിച്ച് ഡിപ്പോയിലും എത്തുന്ന രീതിയിൽ വനത്തിനോട് ചേർന്നുള്ള വഴികളിലൂടെ ഏകദേശം 60 കിലോമീറ്ററോളം ദൂരമാണ് യാത്ര. പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, വനത്തിനുള്ളിലൂടെയല്ല, വനത്തിനോട് ചേർന്നുള്ള വഴികളിലൂടെ മാത്രമാണ് യാത്ര. അതായത് നിലവിൽ ബസ് സർവീസുകൾ നടത്തുന്നതും രാത്രിയാത്രാ നിരോധനം ഇല്ലാത്തതുമായ വഴികളിലൂടെ മാത്രം. വന്യമൃഗങ്ങളെ കാണാനുള്ള സാധ്യത 50-50 ആണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കാണാറുള്ളതും ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ളതുമായ വഴികളിലൂടെ തന്നെയാണ് യാത്ര. യാത്രക്കിടയിൽ ബസ് നിർത്തുന്നതിനോ യാത്രക്കാർക്ക് പുറത്തിറങ്ങുന്നതിനോ അനുവാദമില്ല. ഞങ്ങളുടെ ഈ യാത്രയിലും അങ്ങിങ്ങായി കുറച്ച് മാനുകളെയും മുയലുകളെയും കണ്ടു എന്നതൊഴിച്ചാൽ മറ്റു മൃഗങ്ങളെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. മൃഗങ്ങളെ കാണുക എന്നതിനേക്കാൾ ഈ യാത്രയുടെ ഒരു വൈബ് ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനം. KSRTC ഈ യാത്രയ്ക്ക് നൽകിയിരിക്കുന്ന ടാഗ് ലൈനും അങ്ങനെ തന്നെയാണ്: അഡോപ്റ്റ് ദ പീസ് ഓഫ് നേച്ചർ. ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞില്ല എങ്കിൽ അത് മോശമായി പോകും എന്നെനിക്ക് തോന്നുന്നു. ഈ സംരംഭത്തിന് കിട്ടിയ ഏറ്റവും എല്ലാവർക്കും ആഹ്ലാദകരമായ നല്ലൊരു യാത്ര ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ വിട പറയുന്നു.